നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര. ഹൃദയസ്തംഭനം ഓർ ഹാർട്ട് അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. വന്നാൽ അല്ലെങ്കിൽ അറ്റാക്ക് വന്നാൽ എന്താണ് അതിൻ്റെ ലക്ഷണമെന്നും പലർക്കും അറിയില്ല. ഈ അറിവില്ലായ്മ കൊണ്ട് അതിൻ്റെ ലക്ഷണം തിരിച്ചറിയാൻ വഴുകുന്നത് കൊണ്ടൊക്കെയാണ് ഈ അറ്റാക്ക് ഒക്കെ വന്നിട്ട് പെട്ടെന്ന് മരണം സംഭവിക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് അതാണ്. അറ്റാക്കിൻ്റെ പെയിൻ വരുമ്പോൾ അത് ഗ്യാസിൻ്റെ പെയിൻ ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. മറിച്ച് തന്നെ ഈ ഗ്യാസിൻ്റെ പെയിൻ വന്നാൽ അത് അറ്റാക്കിൻ്റെ പെയിൻ ആണെന്നും തെറ്റിദ്ധരിക്കാറുണ്ട്. എപ്പോഴും നമ്മൾ അതിൻ്റെ വേർതിരിച്ചുള്ള ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ചെറിയ രീതിയിൽ ഹൃദയാഘാതം ഉണ്ടാവാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ചെറിയ രീതിയിലാണെങ്കിൽ നമ്മുടെ ശരീരം തന്നെ നമ്മളെ അത് പ്രൊട്ടക്റ്റ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ തന്നെയാണ്. ചെറിയ രീതിയിലുള്ള ഹൃദയാഘാതമൊക്കെ നമ്മുടെ ശരീരം തന്നെ നമ്മളെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിച്ചു നിർത്തും. പക്ഷേ വലിയ രീതിയിലുള്ള ഹൃദയാഘാതം വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് അത് പിന്നെ ഹൃദയസ്തംഭനത്തിലോട്ട് പോകുന്നതും മരണം സംഭവിക്കുന്നതും ഒക്കെ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹാർട്ട് ശരീരത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് നമ്മുടെ വാരിയലിൻ്റെ അവിടെ ഒരു ഇടത് ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മുടെ ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അറ്റാക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് ഹൃദയാഘാതം ഉണ്ടാവുക, ഈ ഹൃദയാഘാതം എങ്ങനെയാണ് ഹൃദയസ്തംഭനത്തിലോട്ട് പോകുന്നത്? നമ്മുടെ ഹാർട്ടിന് ചുറ്റും നിറയെ ചെറിയ ചെറിയ രക്തക്കുഴലുകളുണ്ട്. ഈ രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ബ്ലോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം നേരിടുമ്പോഴാണ് നമുക്ക് അറ്റാക്ക് സംഭവിക്കുന്നത്. അതായത് ഈ രക്തക്കുഴലുകളിൽ ഇങ്ങനെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാവുന്ന സമയത്ത് രക്തം നമ്മുടെ ഹാർട്ടിലോട്ട് പോവില്ല. ഹാർട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്താതെ വരും. അങ്ങനെ നടക്കാതെ വരുന്ന നമ്മുടെ ശരീരത്തിൻ്റെ വേറെ ഭാഗങ്ങളിലോട്ടൊക്കെ ബ്ലഡ് എത്തേണ്ടതുണ്ട്, അതിന് തടസ്സം നേരിടും. അങ്ങനെയാണ് ഇത് ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് പോകുന്നത്. നെഞ്ചരിച്ചൽ മൂലമുണ്ടാവുന്ന പെയിനും അതേപോലെ തന്നെ നമ്മുടെ അറ്റാക്ക് വരുമ്പോൾ നമുക്ക് ഹൃദയാഘാതം വരുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന വേദനയും നമ്മൾ എപ്പോഴും തിരിച്ചറിഞ്ഞിരിക്കണം. രണ്ടും പരസ്പരമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അതായത് ഗ്യാസിൻ്റെ പെയിൻ ആണെങ്കിൽ നമുക്ക് അറ്റാക്കിൻ്റെ പെയിനായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അതേപോലെ തന്നെ അറ്റാക്ക് വരുന്ന പെയിൻ ഗ്യാസ് പെയിൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളിക്കളയാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്താണോ അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്നുള്ളത് നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇങ്ങനെ അറിഞ്ഞിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ളൊരു അവസ്ഥയിലോട്ട് പോകുകയും നമുക്ക് മരണം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ രണ്ട് പെയിനും നമുക്ക് വേർതിരിച്ച് അറിയാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഈ ഗ്യാസ് പെയിൻ ആണെന്നുണ്ടെങ്കിൽ വലത് ഭാഗത്ത്, അതായത് നമ്മുടെ നെഞ്ചിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് നമുക്ക് ആ വേദന അനുഭവപ്പെടുക. ആ വേദനയോടൊപ്പം തന്നെ നെഞ്ചരിച്ചലോ അല്ലെങ്കിൽ ഗ്യാസ് വരുന്ന പോലെയുള്ള ഒരു അസ്വസ്ഥതയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമുക്ക് നെഞ്ചുവേദനയെ ഹൃദയാഘാതം ഉണ്ടായിട്ടുള്ള നെഞ്ചുവേദനയാണെങ്കിൽ നമുക്ക് നെഞ്ചിൻ്റെ മധ്യഭാഗത്താണ് ഫീൽ ചെയ്യുക. ഈ മധ്യഭാഗത്ത് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു റേഡിയേറ്റ് പെയിൻ ആയിരിക്കും. അതായത് ഈ വേദന പല ഭാഗങ്ങളിലോട്ട് വ്യാപിക്കും. അതായത് വലത്തെ കൈയിലോട്ട് അല്ലെങ്കിൽ ഇടത്തെ കൈയിലോട്ട് അല്ലെങ്കിൽ താടിയെല്ലിൻ്റെ ഭാഗത്തേക്കൊക്കെ ഈ വേദന വ്യാപിക്കും. ഇതോടുകൂടെ തന്നെ നമുക്ക് ശരീരം ആകെ മൊത്തം വിയർക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ശരീരം ആകെ മൊത്തം വിയർപ്പ് നമുക്ക് അനുഭവപ്പെടും. അതേപോലെ നമുക്കൊരു ഉത്കണ്ഠ, പേടി, ഭയം അങ്ങനെയുള്ളൊരു മാനസിക അസ്വസ്ഥങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടും. അങ്ങനെയുള്ള വേദനയാണെങ്കിൽ അത് അറ്റാക്കിൻ്റെ പെയിൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വേദന നമുക്ക് കുറച്ച് നേരമല്ല, ഒരു കാരണമില്ലാതെ അങ്ങനെ ഒരു വേദന നമുക്ക് ഉണ്ടാവുകയാണ്, അത് കുറച്ച് നേരം നമുക്ക് തുടർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണണം. എന്നിട്ട് അതിൻ്റെ വേണ്ട ചികിത്സ നമ്മൾ അപ്പം തന്നെ ഏൽക്കണം. ഇല്ലെങ്കിൽ അതൊരു സീരിയസ് ആയ ഒരു അവസ്ഥയിലോട്ട് പോകുകയും അറ്റാക്ക് സംഭവിക്കുകയും നമ്മൾ മരണത്തിന് കീഴടങ്ങേണ്ട ഒരു അവസ്ഥയും വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വേദന വന്ന് നമ്മൾ വേഗം ഹോസ്പിറ്റലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണോ ബ്ലോക്ക് നമുക്ക് വേഗം കണ്ടെത്തിയിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മുടെ ഹൃദയത്തെ പൂർവാധികം ആരോഗ്യത്തോടു കൂടെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഹൃദയാഘാതം ഉണ്ടായ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും അവരെ ഭയപ്പെടുത്തരുത്. കാരണം പകുതി മുക്കാലും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മാരക രോഗങ്ങളോ വരുന്ന സമയത്ത് പേടി കൊണ്ടാണ് മരണം കൂടുതൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായാൽ ഒരിക്കലും നമ്മൾ അവരെ പേടിപ്പിക്കരുത്. അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് കുഴപ്പമില്ല, ഇത് വേഗം മാറിക്കോളും എന്നുള്ളൊരു സപ്പോർട്ട് നമ്മൾ അവർക്ക് കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് രക്ഷപ്പെടുത്താവുന്നതേ ഉള്ളൂ. അതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഹാർട്ട് അറ്റാക്ക് വന്നാലുള്ള പെയിൻ, എന്തൊക്കെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെയാണ്, നമുക്കൊരു ഹൃദയാഘാതം ഉണ്ടായി ഒരു നെഞ്ചുവേദന വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഹൃദയാഘാതം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമ്പോൾ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം.
എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് നെഞ്ചിൽ ഭയങ്കരമായിട്ടൊരു പ്രഷർ അല്ലെങ്കിൽ ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ നെഞ്ച് ആരോ പിടിച്ച് അമർത്തി വെക്കുന്നത് പോലെ ഒരു ഫീലിംഗ് നമുക്ക് നെഞ്ച് ഭാഗത്തുണ്ട്. അതായത് എവിടെ? നമ്മുടെ നെഞ്ചിൻ്റെ മധ്യഭാഗത്താണ് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുക. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് വേദന അനുഭവപ്പെടും. വേദന എങ്ങനെ? നല്ല വേദന അനുഭവപ്പെടും. ആ വേദന നമ്മുടെ ഇടത്തെ കൈയിലോട്ടോ വലത്തെ കൈയിലോട്ടോ ഇല്ലെങ്കിൽ താടിയെല്ലിൻ്റെ ഭാഗത്തേക്ക് വ്യാപിക്കുന്നതായിട്ട് അതിനെ നമ്മൾ റേഡിയേറ്റിംഗ് പെയിൻ എന്നാണ് പറയുക. അങ്ങനെ വ്യാപിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അതേപോലെ തന്നെ അതികഠിനമായിട്ട് നമ്മുടെ ശരീരം വിയർക്കും. നമ്മുടെ ശരീരം ആകെ മൊത്തം അതികഠിനമായിട്ട് തന്നെ വിയർപ്പ് നമുക്ക് അനുഭവപ്പെടും. അതേപോലെ തന്നെ നമുക്കൊരു മനസ്സിലൊരു ആദി അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ ഒരു മാനസിക അസ്വസ്ഥത, ഒരു പേടി, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ നമുക്ക് ആകെ ശരീരം കുഴയുന്നത് പോലെ ഒക്കെ തോന്നും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ആണ് നമ്മുടെ ശരീരം അറ്റാക്കിൻ്റെ പെയിൻ വരുന്ന അല്ലെങ്കിൽ അറ്റാക്ക് വരുന്ന സമയത്ത് നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരുന്ന ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു നെഞ്ചുവേദന വരുന്ന സമയത്ത് ഇത് എന്തുകൊണ്ടുള്ള ഈ വേദനയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഡോക്ടറെ കണ്ടിട്ട് അതിന് വേണ്ട ചികിത്സ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന സമയത്ത് അവർക്ക് ബോധം കെട്ടു വീണു, ഈ വേദന വന്നു, പെട്ടെന്ന് തന്നെ അവർ ബോധം കെട്ടുപോയി, അബോധാവസ്ഥയിലോട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അവരെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതായത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അവരുടെ ബ്രീത്തിങ് നടക്കുന്നുണ്ടോ, ചെസ്റ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ടോ, അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇല്ല നമുക്ക് മിസ്സായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുക. CPR സ്റ്റാർട്ട് ചെയ്തിട്ട് CPR കൊടുത്തുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവരെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ അവരെ രക്ഷിക്കാനുള്ള സാധ്യത നമുക്ക് ഒന്നും കൂടെ കൂടുതലാണ്. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ വേദനയും ഹൃദയാഘാതം കൊണ്ടുണ്ടാവുന്ന വേദനയല്ല. അപ്പോൾ എന്താണ് ഈ ഹൃദയാഘാതം വരുമ്പോൾ ഉണ്ടാവുന്ന വേദന, അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഗ്യാസോ നെഞ്ചെരിച്ചിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള വേദനകൾ എന്താണെന്നുള്ളത് നമ്മളെപ്പോഴും തിരിച്ചറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്നത് വലിയൊരു ഗുരുതരമായ ഒരു അവസ്ഥയിലോട്ട് പോകുന്നതിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള എന്താണ് വേദന, ഈ വേദന വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഏതൊക്കെ വേദനയാണ്, എങ്ങനെയാണ് വേദന, എവിടെ. അതേപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, ഒരു കാരണമില്ലാതെ നമുക്കൊരു നെഞ്ചുവേദന തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അശ്രദ്ധമായിട്ട് സാരമില്ല അത് ഗ്യാസിൻ്റെ പെയിൻ ആയിരിക്കും അങ്ങനെ നമ്മൾ ഒരിക്കലും അശ്രദ്ധ കാട്ടരുത്. കാരണം അങ്ങനെ എന്തെങ്കിലും വേദന തോന്നുന്നുണ്ട്, ആ വേദന കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകണം, ഒരു ഡോക്ടറെ കാണണം, ചെക്കപ്പ് ചെയ്യണം, എന്താണ് അതിൻ്റെ കാരണമെന്ന് കണ്ടെത്തിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം.